എൻ്റെ പ്രണയം ഭാഗം 5. ഞങ്ങളുടെ ഗുരുക്കന്മാർ ആരാണെന്നറിയോ? വാണി പറഞ്ഞതും അവൻ അമ്പരന്നു. ചേട്ടന്മാർക്ക് ഇവിടെ പരിചയമില്ലാത്തത് കൊണ്ടാ. നിങ്ങളിവിടെ പേങ്കിസ്റ്റുകളായി താമസിക്കാൻ വന്നവരല്ലേ? അതുകൊണ്ടാ നിങ്ങൾ അറിയാത്തത്. അല്ലെങ്കിൽ ത്രിമൂർത്തികളെ നിങ്ങൾ അറിഞ്ഞേനെ. ശ്രദ്ധ പറഞ്ഞുകൊണ്ട് നോക്കിയതും അങ്ങോട്ട് നടന്നു വരുന്ന ത്രിമൂർത്തികളെയായിരുന്നു കണ്ടത്. പറഞ്ഞ് നാവെടുത്തില്ല. ദാ വരുന്നു ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞ് അവൾ അവരെ ചൂണ്ടിക്കാണിച്ചു. ആ ചെറുപ്പക്കാർ തിരിഞ്ഞു നോക്കി. ആഹാ, നിങ്ങളായിരുന്നോ? നിങ്ങളെന്താ ഇവിടെ? അവരെ കണ്ടതും എറിക്ക് ചോദിച്ചു. അത് പിന്നെ ഞങ്ങൾ എപ്പോഴും ഈ സമയത്ത് കളിക്കാൻ വരാറുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ കണ്ടപ്പോൾ അവരോടൊപ്പം കളിക്കാൻ കൂടിയതാണ് ഞങ്ങൾ, അവർ പറഞ്ഞു. എറിക്കേട്ടനറിയോ ഇവരെ? പിന്നെ ഞങ്ങളുടെ കോളേജിലെ ജൂനിയേഴ്സാണിവർ, തരുൺ പറഞ്ഞു. അതേലേ, അപ്പോൾ ചേട്ടന്മാരെ, ഞങ്ങൾ സ്വന്തം ഏട്ടന്മാരായവർ. അപ്പോൾ ഇനി ഞങ്ങളെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ? വാണി ചോദിച്ചു. വേണ്ട, മനസ്സിലായി, അതിൽ ഒരാൾ പറഞ്ഞു. ഉറപ്പല്ലേ മനസ്സിലായി എന്ന്? എന്നാൽ പോവല്ലേ? ശ്രദ്ധ ചോദിച്ചു. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പോകാം, ഇന്നത്തേക്ക് മതി കളിച്ചത്, വാണി പറഞ്ഞു. എന്നാൽ ശരി ചേട്ടന്മാർ കളിച്ചോ, ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് നടന്നു. അവരുടെ പുറകെ തന്നെ തരുണും നിരഞ്ജനും എറിക്കും നടന്നു. എന്താടാ മോനെ, അവൾക്ക് ബോൾ ചെയ്തപ്പോൾ അവൾ 6 അടിച്ചപ്പോഴും നിന്റെ ചുണ്ടിൽ ആദ്യമായി ഒരു പുഞ്ചിരി ഉണ്ടായല്ലോ. സാധാരണ നിന്റെ പന്തിൽ ആരെങ്കിലും 6 അടിച്ചാൽ നിന്റെ മുഖത്ത് ദേഷ്യമാണല്ലോ കാണാറ്. എന്തു പറ്റി ഹരി? ഫോർ ദ പീപ്പിൾ നടന്നു പോകുന്നത് നോക്കിക്കൊണ്ട് നിന്ന ഹരിയുടെ അടുത്ത് വന്നുകൊണ്ട് വിനായക് ചോദിച്ചു. ഹരി പുഞ്ചിരിയോടെ പോകുന്ന പെൺകുട്ടികളെ നോക്കി നിന്നു. പെൺകുട്ടികളെയല്ല, അതിൽ ഒരു പെൺകുട്ടിയെ അവൻ നോക്കി നിൽക്കുകയായിരുന്നു. ഇതൾ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. പുറകെ നിരഞ്ജനും തരുണും സംസാരിക്കുന്നത് കേൾക്കാം. നിരഞ്ജൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവളുടെ നെഞ്ചെടുപ്പ് കൂടാൻ തുടങ്ങും. വേഗം വീട്ടിലേക്ക് ചെല്ല്, അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടും. സമയം എത്രയെന്നറിയോ? തരുൺ ചോദിച്ചു. അവർ നടന്ന് വീട്ടിലെത്തി. ഓരോരുത്തരായി അവരുടെ വീടുകളിലേക്ക് പോയി. നിരഞ്ജൻ, ഇനി ഞങ്ങൾ വരണോ ഷോപ്പിലേക്ക്? വേണ്ടടാ, ഇനിയിപ്പോൾ ഞാനും ക്ലോസ് ചെയ്യുന്ന ടൈമിൽ പോകുന്നുള്ളൂ, നിരഞ്ജൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് കയറി. തരുണും ഇതളും അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു അമ്മ വാതിക്കൽ തന്നെ നിൽക്കുന്നത്. എത്ര സമയം ഇവിടുന്ന് പോയിട്ട് എല്ലാം കൂടി? എവിടെയായിരുന്നു ഇത്ര നേരം? ടീച്ചറമ്മ ചോദിച്ചു. ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. ദൈവമേ, ഈ പെമ്പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. എന്താ അമ്മേ? പിന്നെ ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ച് നടക്കാൻ നാണാവുന്നില്ലേ നിങ്ങൾക്ക്? +2 പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. അതെ, അമ്മ ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ അതിലുണ്ടല്ലോ ഞങ്ങൾ കുട്ടികളാണ് എന്ന് പറയുന്നത്. ആദ്യം ഞങ്ങൾ കുട്ടികളാണ്. ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റൂ? കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ എൻ്റെ ടീച്ചറമ്മേ എന്ന് പറഞ്ഞ് ഇതൾ അമ്മയുടെ താടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. വേഗം പോയി കുളിച്ചു വന്ന് വിളക്ക് കത്തിക്കാൻ നോക്ക്, അമ്മ വിളിച്ചു പറഞ്ഞു. അവൾ പോകും വഴി ആ ഞാൻ കത്തിച്ചോളാം എന്ന് വിളിച്ചു പറഞ്ഞു. ഇതൾ റൂമിൽ ചെന്ന് ഫ്രഷായി. ഇതിൽ വന്ന് വിളക്ക് വെച്ചു. അപ്പോഴേക്കും അച്ഛനും വാണിയുടെ അച്ഛൻ പ്രദീപങ്ങളും കൂടി വരുന്നത്. എന്താണ്, കയ്യിലൊരു പിരിവ്, നോട്ടീസ് എല്ലാം ഉണ്ടല്ലോ. അത് ക്ലബിൻ്റെ ഓണാഘോഷമല്ലേ, അതിൻ്റെ പിരിവിനായി അടുത്ത ദിവസം ഇറങ്ങുകയാണ്. ഇന്ന് കുറച്ച് സ്ഥലത്തൊക്കെ ഞങ്ങളൊന്ന് പോയി. നാളെ നിങ്ങളെല്ലാവരും ഫ്രീ അല്ലേ? നിങ്ങൾക്കും ക്ലബിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാം. അതുകൊണ്ട് ഈ നോട്ടീസും പിന്നെ ഈ പിരിവും നിങ്ങളൊന്ന് കൊടുക്കാമോ? പ്രദീപങ്കിൾ ചോദിച്ചു. സോറി അങ്കിളെ, ഞങ്ങൾ ബിസിയാണ്, ഇതൾ പറഞ്ഞു. എന്ത് ബിസി? അച്ഛൻ ചോദിച്ചു. അത് മനസ്സിലായില്ലേ? ഇന്ന് വൈകിട്ട് നിങ്ങളുടെ മോള് അവരുടെ കൂട്ടുകാരോടൊപ്പം ആ ഫോർ ദ പീപ്പിൾ എല്ലാത്തിനെയും കൂട്ടിതേ ഇവൻ ചെന്ന് പിടിച്ചു കൊണ്ടുവരിക ചെയ്തത്. എവിടെ നിന്നാണെന്നറിയോ? ഗ്രൗണ്ടിൽ നിന്നും ക്രിക്കറ്റ് കളിക്കായിരുന്നു. അതിനെന്താ, അത് നല്ലൊരു വ്യായാമമാണല്ലോ, അച്ഛൻ പറഞ്ഞതും അവൾ അമ്മയെ നോക്കി പുരികം പൊക്കി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. നിങ്ങളുടെ ഈ സപ്പോർട്ട് കൂടി ഉണ്ടാവാതിരുന്നത് അതും കൂടിയായി. ഇനിയിപ്പോൾ നാളെ മുതൽ ഇറങ്ങാലോ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ്. ഇല്ലമ്മേ, അതിന് പറ്റില്ല, കാരണം ഞങ്ങൾ ബിസിയാണ്. നാളെ മുതൽ വയലിൻ ക്ലാസ്സും ഗിറ്റാറും പിയാനോയും എല്ലാം ഉണ്ട്, രാവിലെ തന്നെ. അതുകൊണ്ട് അവിടെ ആയിരിക്കും, ഇതൾ പറഞ്ഞു. നന്നായി, അത്രയും സമയമെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ, അമ്മ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്വസ്ഥതക്കേടാണല്ലേ, ഇതിൽ സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. കേട്ടു ഏട്ടാ, നമ്മൾ സ്വസ്ഥതക്കേടാണെന്ന് ഇതൾ തരുണിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും സോറി പൊന്നു, ഞങ്ങളല്ല നിങ്ങൾ,
അമ്മ നിങ്ങളെയാണ് പറഞ്ഞത്, എന്നെ പറഞ്ഞിട്ടില്ല അല്ലേ അമ്മേ? അവൻ ചോദിച്ചു. എല്ലാത്തിനെയും കൂടി ചേർത്താണ് ഞാൻ പറഞ്ഞത്. അമ്മ പറഞ്ഞതും എങ്ങനെയുണ്ട് മകനെ എന്ന് ചോദിച്ചു ഇതൾ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫോർ ദ പീപ്പിൾ കാരണം അല്ലെങ്കിലും പോകുന്ന അടി മുഴുവനും ഇവിടെ കയറി വന്നിട്ട് അടിച്ചിട്ട് പോകും നാട്ടുകാർ. അതുകൊണ്ട് നിന്റെ ഒപ്പം ഞാനില്ല, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങി. നീ എങ്ങോട്ടാ പോകുന്നത്? ടീച്ചറമ്മ ചോദിച്ചു. നിരഞ്ജൻ്റെ വീട് വരെ എന്ന് പറഞ്ഞ് അവൻ പോയി. നമുക്കും നിരഞ്ജൻ്റെ വീട്ടിലേക്കൊന്ന് ചെല്ലണം. നിരഞ്ജനോട് പറയണം. അവൻ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് ഇറങ്ങുന്നത് മാത്രമല്ല, അവനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ കുട്ടികളെയും മറ്റും സംഘടിപ്പിച്ച് പരിപാടികളും നടത്തും. ഓണാഘോഷം എന്ന് പറയുമ്പോൾ പരിപാടികൾ വേണമല്ലോ, പ്രദീപ് അങ്കിൾ പറഞ്ഞു. അത് ശരിയാ, നിരഞ്ജൻ ഉണ്ടെങ്കിൽ തന്നെ കുറേ കുട്ടികൾ പങ്കെടുക്കാൻ വരും. അവന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവാണ്, ടീച്ചറമ്മയും പറഞ്ഞു. അത് കേട്ടുകൊണ്ട് പുഞ്ചിരിയോടെ ഇതളിരുന്നു. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇന്ന് പറമ്പിൽ നിന്നും ഇടിയൻചക്ക പറിച്ചിരുന്നു. നിരഞ്ജൻ്റെ അമ്മ അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേവതി ചേച്ചിക്ക് ഇടിയൻചക്ക ഇഷ്ടമാണെന്ന് പറഞ്ഞു. പൊന്നു, നീ ഇതൊന്ന് അവിടെ കൊണ്ടുപോയി കൊടുക്കാമോ? അമ്മ ചോദിച്ചതും ഇതളിൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. അവളുടെ മനസ്സ് നൃത്തം വയ്ക്കുകയായിരുന്നു. അതിനെന്താ, ഞാൻ കൊടുത്തിട്ട് വരാലോ, അവൾ പറഞ്ഞു. അമ്മ കിച്ചണിൽ പോയി ഇടിയൻചക്ക എടുത്തുകൊണ്ടുവന്നു. അവൾ അതുമായി സന്തോഷത്തോടെ നിരഞ്ജൻ്റെ വീട്ടിലേക്ക് നടന്നു. ഗേറ്റ് കടന്ന് അകത്തേക്ക് കടന്നതും അവളുടെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. അവൾ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന നിരഞ്ജനുമായി കൂട്ടിയിടിച്ചത്. അയ്യോ, അവൾ പറഞ്ഞുകൊണ്ട് പുറകിലേക്ക് വീഴാൻ പോയതും നിരഞ്ജൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഒന്നുടക്കി. നോക്കി നടക്കണ്ടേ എന്ന് മാത്രം പറഞ്ഞ് അവൻ അവളെ കൈവിടിയിച്ചുകൊണ്ട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നടന്നു പോകുമ്പോൾ എന്തുകൊണ്ടോ അവൻ പിടിച്ച ആ കൈയിലേക്ക് അവൾ നോക്കി. പിന്നെ അവൻ പോകുന്ന ഭാഗത്തേക്കും. അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ആ മോളായിരുന്നോ? ഞാൻ അയ്യോ എന്നുള്ള വിളി കേട്ട് വന്നതാ. അത് ഞാൻ പെട്ടെന്ന് കണ്ടില്ല, കൂട്ടിയിടിച്ചതാണ്, അവൾ പറഞ്ഞു. ആ, ഇടിയഞ്ചക്ക തരാൻ വന്നതാണോ? അമ്മ പറഞ്ഞിരുന്നു ഇന്ന് പറിക്കുമെന്ന്. മോള് വാ എന്ന് പറഞ്ഞ് നിരഞ്ജൻ്റെ അമ്മ അവളുടെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് അവിടെ സോഫയിൽ ഇരുന്ന് ഫോണിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന എറിക്കിനെയും തരുണിനെയും കാണുന്നത്. അവിടെ ഒരു സ്വസ്ഥതയില്ലാഞ്ഞിട്ടാ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നു, തരുൺ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. നീ പോടാ. അമ്മ പറയുന്നുണ്ടായിരുന്നു മനസ്സിനെ ഇപ്പോൾ വല്ലാത്ത ശാന്തത എന്ന്. നീ പോന്നപ്പോഴാണെന്ന് അച്ഛൻ പറഞ്ഞു. ഇതളും തിരിച്ചു പറഞ്ഞു. അത് ശരിയാ, കുറച്ചു മുമ്പ് അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. തരുൺ പറഞ്ഞതും അവൾ എന്താണെന്നുള്ള രീതിയിൽ നോക്കി. അല്ല, ഈ വെക്കേഷൻ തീരുന്നത് വരെ ഈ 4 വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കിയാലോ എന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്നിട്ട് സമാധാനം കിട്ടുന്നില്ലെന്നോ, അടി കിട്ടുമെന്നോ, നാട്ടുകാരുടെ ചീത്ത കേൾക്കേണ്ടി വരുമെന്നോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പാടില്ലേ ആരാ സ്വസ്ഥത കെടുത്തുന്നതെന്ന്. തരുൺ പറഞ്ഞതും എടാ മച്ചാനെ, അങ്ങനെ പറഞ്ഞു മാഷ്? പറഞ്ഞു. എന്നാൽ എൻ്റെ വീട്ടിലും ഇതേ ഡയലോഗാ പപ്പ പറഞ്ഞത്, എറിക്ക് സന്തോഷത്തോടെ പറഞ്ഞു. കണ്ടോ, ഫോർ ദ പീപ്പിളിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് വീട്ടുകാർക്കെല്ലാം അല്ലേ? തരുൺ പറഞ്ഞതും പിന്നല്ലാതെ എറിക്ക് അതിന് സപ്പോർട്ട് ചെയ്തു. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവൾ തരുണിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. ഹലോ, എടാ ഏട്ടൻ പറയാണേ പൂജയോട് ഇഷ്ടം പറഞ്ഞാലോ എന്ന്. അവളെ ഇഷ്ടമാണെന്ന്. നിന്നെ തേക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇതൾ പറഞ്ഞതും തരുൺ വേഗം തന്നെ ഫോൺ വാങ്ങി അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അവൾ പിരികങ്ങൾ ഉയർത്തി എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ ചോദിച്ചു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് തരുൺ ഫോൺ ചെവിയിലേക്ക് വെച്ചതും അപ്പുറത്തു നിന്നുള്ള കരച്ചിലായിരുന്നു കേൾക്കുന്നത്. അവൻ വേഗം ഫോണുമായി പുറത്തേക്ക് പോയി. അതെല്ലാം കണ്ട് എറിക്കിരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. മോനെ എറിക്കെ, നീ ഒരുപാട് ചിരിക്കണ്ട. വാണി കഴിഞ്ഞ ദിവസം എന്നോടൊരു കാര്യം പറഞ്ഞു. അവളെ നമ്മുടെ ട്യൂഷൻ സെൻറ്ററിൽ ക്ലാസ് എടുക്കാൻ വന്ന ഒരു സാറില്ലേ, ആ സാറിന് എന്തോ ഒരു ഇഷ്ടമുള്ളതുപോലെ തോന്നുന്നു എന്ന്. ഞങ്ങൾക്കും തോന്നി. അവളെ നോക്കുന്ന നോട്ടമെല്ലാം കണ്ടപ്പോഴേ ഞങ്ങൾക്കും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. എപ്പോഴും അവളോട് വന്ന് സംസാരിക്കും. അവളോട് മാത്രം ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. അവൾ ഹോംവർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓണത്തിൻ്റെ സെലിബ്രേഷൻ നടക്കുന്ന അന്ന് അവൾ സാറിനോട് ചോദിക്കാനിരിക്കുകയാണ് എന്താ ഉദ്ദേശമെന്ന്. ഇതൾ പറഞ്ഞതും എറിക്കിൻ്റെ മുഖം മാറി.
പഠിപ്പിക്കാൻ വന്ന സാറന്മാരെ കൊണ്ട് ശല്യമായിരിക്കാണല്ലോ എൻ്റെ ദൈവമേ. അവൻ പതിയെ പറഞ്ഞതും ആ ഇനി പറ, എന്താ സാറിൻ്റെ മനസ്സിൽ? അവൾ ചോദിച്ചുകൊണ്ട് എറിക്കിൻ്റെ അടുത്തിരുന്നു. എൻ്റെ മനസ്സിൽ എന്ത്? ഒന്നുമില്ലല്ലോ, ഇതൾ ചോദിച്ചു. ഇല്ല, എന്നാ കുഴപ്പമില്ല. ആ സാറിനെ കാണാൻ ചുള്ളനാ. പിന്നെ എന്തോ ബാങ്ക് ടെസ്റ്റൊക്കെ എഴുതിയിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് ചുമ്മാ വന്ന് പഠിപ്പിക്കുന്നതാണ് ഞങ്ങൾ അറിഞ്ഞത്. നല്ലതാണെങ്കിൽ നമുക്കൊരു കൈ നോക്കാമെന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അവളോടും ചോദിച്ചപ്പോൾ അവൾക്കും ചെറിയൊരു താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. ഇതൾ പറഞ്ഞതും അവൻ അവളുടെ അടുത്തേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും എന്ന് ഞങ്ങളോട് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നിനക്കിഷ്ടമാണോ എന്ന്. ഇഷ്ടക്കുറവൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞത്. അതിനർത്ഥം ഇഷ്ടമാണെന്നല്ലേ? അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ചോദിച്ചു. എന്നാ അവളെ ഞാൻ കൊല്ലും. എറിക്ക് പെട്ടെന്ന് പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. ആരെ? നിങ്ങളുടെ വാണിയെ, അവൻ പറഞ്ഞു. എന്തിന്? അവൾ വേറെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഞാൻ അവളെ കൊല്ലും. അത് എറിക്ക് പറഞ്ഞതും ഇതളിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എറിക്കേട്ടന് എന്താ കുഴപ്പം? അത് പിന്നെ എപ്പോഴോ അവൾ എൻ്റെ മനസ്സിൽ കയറിക്കൂടിയിട്ടുണ്ട്. ആര്? വാണിയോ? അതെ, പക്ഷേ അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല. പഠിത്തെല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയിട്ട് പ്രദീപങ്ങളിനോട് പറയാലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഹാ ഹാ, സന്തോഷായി മോനെ ഗോപിയേട്ടാ. മോളും മോനും അന്യമതസ്ഥരെ സ്നേഹിക്കുന്നു. ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ മമ്മിയും പപ്പയും അറിയുമ്പോഴാണ്. മമ്മിക്കും പപ്പയ്ക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിന് അവരെതിര് നിൽക്കില്ല, എറിക്ക് പറഞ്ഞു. ഉറപ്പാണോ? ഇതൾ ചോദിച്ചു. അതെ, ഉറപ്പാണ്. അപ്പോൾ എന്നാണ് അവളോട് ഇഷ്ടം പറയാൻ പോകുന്നത്? ഇതൾ ചോദിച്ചു. അത് പഠനം കഴിഞ്ഞിട്ട് മതിയെന്നാണ് വിചാരിച്ചത്. ഇങ്ങനെ പോയാൽ പെട്ടെന്ന് തന്നെ പറയേണ്ടി വരും എനിക്ക്, അവൻ പറഞ്ഞു. അതായിരിക്കും നല്ലത്. മനസ്സിൽ ഇഷ്ടം പറയാതിരുന്നു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും വന്ന് പറയും, അവൾ പറഞ്ഞു. എന്തായാലും ഞാൻ നോക്കട്ടെ. ആ പിന്നെ നീ ഇതിപ്പോൾ ആരോടും പറയാൻ നിൽക്കണ്ട. അവളോട് ഞാൻ തന്നെ പറഞ്ഞോളാം, എറിക്ക് അല്പം ഗൗരവത്തിൽ പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷേ ഒരു കണ്ടീഷൻ. ഇനി ഞങ്ങളെ കളിയാക്കിയ ഉറപ്പായിട്ടും ഞാൻ പാര വയ്ക്കും. ഇപ്പോൾ ഒരെണ്ണം വാലിൽ തീ പിടിച്ച പോലെ പോയില്ലേ, അതുപോലെ. അതുകൊണ്ട് ഇനി ഞങ്ങളെ വെറുപ്പിക്കാൻ നിൽക്കരുത്, അവൾ പറഞ്ഞു. ഓ ശരി, ഇനി ഞങ്ങൾ നിങ്ങളെ കളിയാക്കില്ല. ആ, കളിയാക്കരുത്. കളിയാക്കിയാൽ ഞങ്ങൾ ഇതെല്ലാം കലക്കിത്തരും, അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. അതെ, ആ സാറിൻ്റെ കാര്യം, അത് സാറിൻ്റെ കാര്യം പറഞ്ഞത് സത്യമാ. പക്ഷേ ആരെയാണ് പുള്ളി നോക്കുന്നതെന്ന് മാത്രം ഞങ്ങൾക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല, അവൾ പറഞ്ഞു. അതെന്താ, അയാൾക്ക് കോങ്കണ്ണുണ്ടോ? അതല്ല, ഞങ്ങളെ 4 പേരെയും കാണുമ്പോൾ ഒരു ഒലിപ്പീര്. അതുകൊണ്ട് ഇതിൽ ആരെയാണ് പുള്ളി നോക്കുന്നത് എന്ന് മാത്രം ഞങ്ങൾക്ക് പിടികിട്ടിയിട്ടില്ല, അവൾ പറഞ്ഞു. എന്തായാലും പുള്ളി പറയുമെന്ന് നോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഞങ്ങൾ, അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. ഞാൻ പോവുകയാണ്. അവളോട് ഞാൻ പറയില്ല, ചേട്ടൻ തന്നെ മനസ്സ് തുറന്നാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സാറിന് അവളെയാണോ ഇഷ്ടമെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി. അവൾ പോകുമ്പോൾ കണ്ടു, അവിടെ മുറ്റത്ത് ഒരു ഭാഗത്തു നിന്ന് ഐറയോട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന തരുണിനെയും ബൈക്കിൽ ചാരി നിന്ന് സംസാരിക്കുന്ന നിരഞ്ജനെയും കണ്ടു. നിരഞ്ജനെ കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ എന്തോ ചെറിയൊരു വേദന തോന്നി. കുറേ നേരമായി ഫോണിൽ സംസാരം തുടങ്ങിയിട്ട്. ആരായിരിക്കും? അവളുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ കടന്നു വന്നു. പെട്ടെന്ന് ഇല്ല, അങ്ങനെയൊന്നുമില്ല, ഇത് കൂട്ടുകാരോ ബന്ധുക്കളോ ആരെങ്കിലും ആയിരിക്കും, അവൾ സ്വയം മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പോഴാണ് ആ ഏട്ടാ ഹാപ്പിയല്ലേ, അവൾ പോകുന്ന വഴിക്ക് വിളിച്ചു പറഞ്ഞു. അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് തരുൺ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, തരുൺ വിളിച്ചു പറഞ്ഞു. അവൾ വേഗം ഓടി വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ 4 പേരും വീട്ടിൽ നിന്നും ഇറങ്ങി. അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിലൂടെ പാടത്തിലൂടെയും കനാലിലൂടെയും അമ്പലത്തിനോട് ചേർന്നുള്ള ഒരു മനയുണ്ട്. അവിടെ ആൾതാമസമൊന്നുമില്ല, പക്ഷേ ആ പറമ്പിൽ നിറയെ മരങ്ങളുണ്ട്. വെക്കേഷൻ സമയത്ത് കൂടുതലും കുട്ടികളും അവിടെയായിരിക്കും. മാവും പേരയ്ക്കയും കശുമാവും ചാമ്പയ്ക്കയും അങ്ങനെ എല്ലാം ഉണ്ട്. അവർ 4 പേരും അങ്ങോട്ട് ചെല്ലുമ്പോൾ കണ്ടു, ഇന്നലെ കളിക്കാൻ വന്ന കുട്ടികൾ എല്ലാവരും
അവിടെയുള്ള പേരമരത്തിൽ കയറുന്നത്. എടാ, ഞങ്ങൾക്കും കൂടിയുള്ളത് പറിക്കോ? വാണി വിളിച്ചു പറഞ്ഞു. അതിന് മാത്രമൊന്നും ഇല്ല എൻ്റെ ചേച്ചി, ഇതിൽ 3-4 ഉള്ളൂ. ആ, നീ പറിക്കേ, നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് വീതം വെച്ചെടുക്കാം, വാണി പറഞ്ഞു. ഓ, അതിനുള്ളതൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ചേച്ചി, താഴെ നിന്നും ഒരുത്താൻ പറഞ്ഞതും വാണി അവൻ്റെ ചെവിയിൽ പിടിച്ചു. എടാ, ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇന്നലെ ഒരുമിച്ച് കളിച്ചതല്ലേ, കൂട്ടുകാരല്ലേ, പങ്കിട്ട് കഴിക്കണം, അറിയോ? 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തതാ യേശു, അല്ലേ ഐറ? അതെ അതെ. ആ, അപ്പോഴാ ഈ കുറച്ച് പേർക്ക് ആ പേരയ്ക്ക. ദേ ചേച്ചി, അവിടെ കശുമാവിൽ കശുമാങ്ങയുണ്ട്. ആണോ? എന്നാൽ ഞങ്ങളത് പറിക്കാം, നിങ്ങളിത് പറിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് വാണിയും ശ്രദ്ധയും ഇതളും ഐറയും കൂടി കശുമാവിൻ്റെ അടുത്തേക്ക് പോയി. നല്ല പഴുത്ത് കശുമാങ്ങ കിടക്കുന്നത് കണ്ടതും ഐറ അത് കയറി പറിക്കാൻ തുടങ്ങി. കശുമാവിൻ്റെ കൊമ്പ് ചാഞ്ഞു നിൽക്കുന്നതിൽ ബാക്കിയുള്ളവർ എല്ലാവരും കയറി ഇരുന്നു. അപ്പോഴേക്കും പേരയ്ക്ക പറിച്ചുകൊണ്ട് കുട്ടികൾ അങ്ങോട്ട് വന്നു. ചേച്ചി, ഇത് 2 നിങ്ങൾക്ക്, ഇത് 2 ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് അവർ വീതം വെച്ചു. അപ്പോഴേക്കും ഐറ കശുമാങ്ങയും പറിച്ചിരുന്നു. കുറച്ച് അധികം ഉണ്ടായിരുന്നു കശുമാങ്ങ. അവൾ പറിച്ച് താഴേക്കിടുമ്പോൾ എല്ലാ കുട്ടികളും പെറുക്കി എടുക്കുന്നുണ്ട്. അതെ, പെറുക്കി എടുത്തിട്ട് എല്ലാം ഇവിടെ കൊണ്ടുപോവാ, ഐറ വിളിച്ചു പറയുന്നുണ്ട്. ഓ ശരി ചേച്ചി എന്ന് പറഞ്ഞ് പിള്ളേരെല്ലാവരും കൂടി അത് പെറുക്കിയെടുത്ത് അവരുടെ മുന്നിൽ കൊണ്ടുവന്നു. അതും അവരെല്ലാവരും കൂടി പങ്കിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. ഓരോരോ വർത്തമാനങ്ങൾ പറഞ്ഞ് കുട്ടികളുടെ ഒപ്പം അവർ കൂടി. എല്ലാം കഴിഞ്ഞ് ഉച്ചയായപ്പോഴേക്കും അതെ, വിശന്ന് തുടങ്ങി, ഇനി വീട്ടിൽ ചെന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. എന്തായാലും ടീച്ചറമ്മ ഉള്ളത് കൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും. എൻ്റെ മമ്മി പിന്നെ ഷോപ്പിൽ പോയാൽ പിന്നെ വെക്കില്ല. എൻ്റെ അമ്മയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, പഞ്ചായത്ത് കഴിഞ്ഞ് അമ്മയ്ക്ക് നേരം ഉണ്ടാവില്ല. ആ, എന്നാൽ വാ എല്ലാവരും, നമുക്ക് ഒരുമിച്ച് പോയി വീട്ടിൽ നിന്ന് തട്ടാം. പിള്ളേരെ, ഭക്ഷണം കഴിച്ചിട്ട് ഗ്രൗണ്ടിൽ വരില്ലേ? ആ, വര ചേച്ചി എന്ന് പറഞ്ഞ് ആ 4 കുട്ടികളും അവിടെ നിന്നും ഓടിപ്പോയി. വെക്കേഷൻ വരുമ്പോൾ ബോറടിക്കുന്നു അല്ലേ, ഒന്നും ചെയ്യാനില്ലാത്തതുപോലെ. ഇന്ന് വയലിൻ ക്ലാസ് ഒന്നും ഇല്ലാത്തത് ബോറായിപ്പോയി. അല്ലെങ്കിൽ അവിടെ ചെന്ന് കുറച്ചു നേരം ആ ചേട്ടന്മാരെയെങ്കിലും വായി നോക്കായിരുന്നു. അവർ സംസാരിച്ചു കൊണ്ട് ആ പറമ്പിലൂടെ റോഡിലേക്ക് എത്തി. അവർ റോഡിലൂടെ നടന്നു പോകുമ്പോൾ അവരുടെ അടുത്ത് 2 ബൈക്കുകൾ വന്നു നിന്നു. അത് ഇന്നലെ ഗ്രൗണ്ടിൽ വെച്ച് കണ്ട ആളുകളാണെന്ന് അവർക്ക് മനസ്സിലായി. എന്താ ചേട്ടന്മാരെ, ഒരു ബ്ലോക്ക് ചെയ്യലൊക്കെ? ഐറ ചോദിച്ചു. ഇല്ല, ഒന്നുമില്ല. ഇന്ന് കളിക്കാൻ വരുന്നുണ്ടോ നിങ്ങൾ? അവർ ചോദിച്ചു. എന്താ, വരണോ? ശ്രദ്ധ ചോദിച്ചു. വന്നാൽ നമുക്ക് ഒരുമിച്ച് കളിക്കാം. അതിനെന്താ, ഞങ്ങൾ വരാലോ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം, ഇതൾ പറഞ്ഞു. എന്നാൽ ഇതളിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഹരി. അത് ഐറ കാണുകയും ചെയ്തു. ചേട്ടന്മാർ ചെല്ല്, ഞങ്ങൾ വന്നേക്കാം എന്ന് പറഞ്ഞ് അവർ നടന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.